السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കരീം എന്ന അധ്യായത്തിൽ വഖാല ബഅ്ദു ബനി അസദ്, ബനു അസദ് കുടുംബത്തിലെ ആരോ പറഞ്ഞ 3 വരികൾ. വയുഖാലു ഇന്നഹാ ലി അബ്ദുൽ അസീസ് ബിൻ സുറാറ, എന്നാൽ ഈ 3 വരികൾ അബ്ദുൽ അസീസ് ബിൻ സുറാറ എന്ന ഒരു വലിയ യോദ്ധാവിൻ്റെതാണ് എന്ന് പറയപ്പെടുന്നു. ആരാണ് അബ്ദുൽ അസീസ് ബിൻ സുറാറ എന്നവര്? മുആവിയ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് യുദ്ധങ്ങളിൽ ക്യാപ്റ്റനായ ആളാണ് അബ്ദുൽ അസീസ് ബിൻ സുറാറ. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കുസ്തന്തീനിയോട് നടന്ന യുദ്ധം. അതുപോലെ തന്നെ റോമക്കാരോട് നടത്തിയ യുദ്ധം, വലിയ വിപ്ലവം അതിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം അദ്ദേഹം രക്തസാക്ഷിയാവുന്നുണ്ട്. ഈ വിവരം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയപ്പോൾ അവിടുന്ന് അദ്ദേഹം പറഞ്ഞു, ഹലക വല്ലാഹി ഫതൽ അറബ്, ഹലക വല്ലാഹി ഫതൽ അറബ് എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു വിശേഷിപ്പിച്ച അബ്ദുൽ അസീസ് ഇബ്നു സുറാറ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഹിജറ വർഷം 50 ഇദ്ദേഹം വഫാത്താവുന്നത്. അദ്ദേഹം പറയുന്നു, ഇല്ലാ അകും മിമ്മൻ അലിംതി ഫഇന്നനി ഇലാ നസബിൻ മിമ്മൻ ജഹിൽതി കരീമി വഇല്ലാ അകുൻ കുല്ലൽ ജവാദി ഫഇന്നനി അല الزാദി ഫി الظلماء غير ശതീമി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇല്ലാ അകുൻ കുല്ലൽ ജവാദി ഫഇന്നനി, ഞാന് വലിയ ഒരു ധർമ്മിഷ്ഠൻ അല്ലെങ്കിലും, വലിയ ധർമ്മിഷ്ഠൻ എന്ന് പറയുമ്പോൾ എല്ലാ ധർമ്മവും ചെയ്യുന്ന ഹാത്തിമുത്തയ്യിന്റെ ഒക്കെ പോലെയുള്ള ഒരു വലിയ ധർമ്മിഷ്ഠൻ, നീ ഇപ്പൊ പറയുന്ന ധർമ്മിഷ്ഠനേ അല്ല എന്നാണ്. ധർമ്മം ചെയ്യുക, ദാനം ചെയ്യുക എന്ന വസ്തുത പാടെ നിഷേധിക്കുകയാണ്. അതിന് മറുപടി പറയാണ്, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനൊന്നും അല്ലെങ്കിലും ഫഇന്നനി അലസ്സാദി ഫിൽ ളൽമായി ഗൈറു ശതീമി, ഞാൻ ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ മേൽ ഫിൽ ളൽമാ, ഇരുട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷാമം പിടിച്ച കാലഘട്ടത്തിൽ ഞാൻ ഗൈറു ശതീം, ആക്ഷേപിക്കപ്പെടുന്ന ആളല്ല. അഥവാ ഇവിടെ എന്തെങ്കിലുമൊക്കെ കളവ് ന്യായം പറഞ്ഞ് ദാനം ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാകുകയോ ചെയ്യുന്ന ആളല്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്ന ആൾ തന്നെയാണ്. അതാ ലൽമാ എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് അവിടെ കൊടുക്കാനുള്ള കാരണം, കൊടുക്കേണ്ട സംഗതികൾ കൊടുക്കാതിരിക്കാൻ ഇരുട്ടത്ത് വളരെ എളുപ്പമാണല്ലോ. അപ്പൊ അങ്ങനെ മുങ്ങുന്ന ആളൊന്നല്ല എന്നതിലേക്ക് സൂചനയാണ്. അതുകൊണ്ട് ക്ഷാമം പിടിച്ച സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്നെക്കുറിച്ച് ആരും ചീത്ത പറയാറില്ല, അങ്ങനത്തെ ഒരു മോശമായ വാക്കുകൾ എന്നെക്കുറിച്ച് പറയാറില്ല. അത്യാവശ്യത്തിന് ഞാൻ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. അതല്ല എങ്കിൽ ഇവിടെ ലൽമാ എന്നതിന് സാധാ നേരർത്ഥം തന്നെ, ഞാന് ഭക്ഷണങ്ങൾ കൊടുക്കും ഇരുട്ടുള്ള രാത്രിയിൽ, ഫിൽ ലൽമായി, ഇരുട്ടുള്ള രാത്രികളിൽ ന്യായം പറഞ്ഞ് ഒഴിവാവാൻ പോലും സാധ്യത കാണുന്ന ദിവസങ്ങളിൽ പോലും ഞാൻ ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും ആവാം. രണ്ടാണെങ്കിലും നീ പറയും പോലെ ദാനധർമ്മങ്ങൾ ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരാളല്ല എന്ന് അദ്ദേഹം പറയാം. വഇല്ലാ അകുൻ കുല്ല ശജാഇ ഫഇന്നനി, ഞാന് ഏറ്റവും വലിയ ഷജാഇ അല്ലെങ്കിലും, ആരെപ്പോലെ? ഉതൈബത്ത് ബിൻ ഹാരിത്തിനെ പോലെ
അന്തറത്ത് ബിനു ഷദ്ദാദിനൊക്കെ പോലെ അത്ര വലിയ ഏറ്റവും പേരുകേട്ട ഷജാ അല്ലെങ്കിലും ഫഇന്നനി ബിളിർബിത്തുല വൽഹാമി ഹഖു അലീമി, ഞാന് ബിളിർബിത്തുല, തുല തുല്യത്തിന്റെ ജമ്മ തുല, ഉനക്കുൻ ജമ്മു ആനാക്ക്, പെരടി എന്നർത്ഥം. ഹാമ് എന്ന് പറഞ്ഞാൽ തല. അപ്പൊ തലയും പെരടിയും ഒക്കെ വെട്ടൽ കൊണ്ട് അറിഞ്ഞ അർഹതപ്പെട്ട പേര് കേട്ട ഒരാൾ തന്നെയാണ് ഞാന്. തീരെ വാള് പിടിക്കാൻ അറിയാതെ, യുദ്ധം ചെയ്യാൻ അറിയാതെ, യുദ്ധത്തിന്റെ ബാലപാടൊന്നും മനസ്സിലാക്കാത്ത ഒരാളാണ് എന്നാണ് നീ പറയുന്നത്. അങ്ങനെയല്ല, ധാരാളം തലകളും ധാരാളം പെരടികളൊക്കെ വെട്ടൽ കൊണ്ട് അറിയപ്പെട്ട ആള് തന്നെയാണ് ഞാന്. അങ്ങനെ വെട്ടാൻ അറിയുന്ന ആളാണ് എന്നാണ്. ഫഇന്നനി അലീമുൻ അല്ലെങ്കിൽ ഫഇന്നി അലീമുൻ ബിളർബിൽ അനാഖി വറുഊസി ഹഖൻ, സത്യമായിട്ടും ഞാന് ഇങ്ങനെ തലകളും പെരടികളൊക്കെ വെട്ടാൻ അറിയുന്ന ആളാണ്, നീ പറയും പോലെയല്ല എന്ന്. അടുത്തത് അറാദത്ത് ഇറാറ എന്ന അധ്യായം. വഖാല അംറു ഇബ്നു ശൈസ് അൽ അസദി ഫി ഇബ്നിഹി ഇറാർ വകാന മിൻ സൗദാ. അംറു ഇബ്നു ശൈസ് എന്നവര് അൽ അസദി, ബനു അസദാണ്. ആരെക്കുറിച്ചാ പറയുന്നത്? തന്റെ മകനെ കുറിച്ച് പറയാണ്. മകന്റെ പേര് ഇറാർ. വകാന മിൻ സൗദ, ഇറാർ സൗദ എന്ന സ്ത്രീയിൽ നിന്നുണ്ടായതാ. അപ്പൊ ഉമ്മയുടെ പേര് സൗദ, ഉപ്പ അംറു ഇബ്നു ശൈസ് എന്നവര്. ഇറാർ എന്ന കുട്ടിയെക്കുറിച്ചാണ് പരാമർശം. ഖാദിസിയ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആള്, ഇസ്ലാമും ജാഹിലിയ കാലവും എത്തിച്ച ആളാണ് അംറു ഇബ്നു ശൈസ് എന്നാണ്. അദ്ദേഹം വഫാത്താവുന്നത് ഹിജറ വർഷം 20-ലാണ്. ഇവിടെ തന്റെ കുട്ടിയെ എതിർത്ത് സംസാരിച്ചപ്പോ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അംറു ഇബ്നു ശൈസ് എന്നവര് പറഞ്ഞ കുറച്ച് വരികളാണ്. അറാദത്ത് ഇറാറൻ ബിൽ ഹവാനി വമൻ യുരിദ് ഇറാറൻ ലഅംരി ബിൽ ഹവാനി ഫഖദ് ലലം ഫഇൻ കുൻതി മിന്നി ഔ തുരീദീന സുഹബതി ഫകൂനി ലഹു കസംനി റുബ്ബത് ലഹുൽ അദം വഇൻ കുൻതി തഹ്വീനൽ ഫിറാഖ ലഈനതി ഫകൂനി ലഹു കദ്ദിബി ലഅഅത് ലഹൽ ഗനം وإلا فسيري مثل ما سار راكب تجثم خمسا ليس في سيره أمم وإن عرارا إن يكن ذا شكيمة تقاسينها منه فما أملك الشيم وإن عرارا إن يكن غير واضح فإني أحب الجون ذا المنكب الأمم. അറാദത്ത് ഇറാറൻ ബിൽ ഹവാനി, അറാദത്ത് സൗദ എന്ന എന്റെ ഭാര്യ ഉദ്ദേശിക്കുന്നു ഇറാറിനെ, ബിൽ ഹവാനി, ഹവാന് നിസാരമാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നു. വമൻ യുരിദ് ഇറാറൻ ലഅംരി ബിൽ ഹവാനി ഫഖദ് ലലം. അപ്പൊ ഇറാർ എന്ന കുട്ടിയെ സൗദ എന്ന എന്റെ ഭാര്യ നിസാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വമൻ യുരിദ്, അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇറാറിനെ, ലഅംരി അല്ലാഹുവാണ് സത്യം, ബിൽ ഹവാനി ഫഖദ് ലലം, നിസാരത കൊണ്ട്, നിന്യത കൊണ്ട് അവര് ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വസ്തുവിനെ അതിന്റെ സ്ഥാനം അല്ലാത്ത സ്ഥലത്ത് വെച്ചിരിക്കുന്നു എന്നാണ് ലലമ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം തന്റെ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ബഹുമാനം നൽകുന്നതിന് പകരം ആ കുട്ടിയെ സ്വീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിന് പകരം ഇഹാനത്ത് കൊടുക്കുകയാണ്.
അപ്പൊ ഒരു വസ്തുവിനെ വെക്കേണ്ട സ്ഥലത്ത് അല്ലാതെ വെച്ചിരിക്കുന്നു. അതാ ബിൽ ഹവാനി ഫഖദ് ലലം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്രമമാണ് ആ ചെയ്യുന്നത്, അനീതിയാണ് ആ ചെയ്യുന്നത്, ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്ന നടപടിയല്ല. എന്നിട്ട് പറയാ ഫൈൻ കുന്തി മിന്നി ഔ തുരീദീന സുഹ്ബത്തി, പെണ്ണെ നീ നമ്മിൽപ്പെട്ട ആളാണെങ്കിൽ, ഔ തുരീദീന സുഹ്ബത്തി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫകൂനി ലഹു കസ്സംനി നീ ഇറാർ എന്ന കുട്ടിക്ക് ആയിക്കോ, കസ്സംനി നെയ്യ് പോലെ വെണ്ണ പോലെ ആയിക്കോ, റുബ്ബത്ത് ലഹുൽ അദം. അദം എന്ന് പറഞ്ഞാൽ ഇദാമ്, നമ്മൾ ഭക്ഷണത്തിന്റെ ഒക്കെ കൂടെ കഴിക്കുന്നത്. റുബ്ബത്ത് എന്ന് പറഞ്ഞാൽ അസ്ലഹത്ത്. അപ്പോ നെയ്യ് പോലെ ഭക്ഷ്യയോഗ്യമായതായിക്കോ എന്ന് വെച്ചാൽ നേരെ നിന്നോ എന്നർത്ഥം. ദുർഗന്ധമൊന്നും വരാത്ത, തഗയ്യുർ സംഭവിക്കാത്ത, നല്ല ഖാലിസായിരിക്കുന്ന മറ്റു ഖുബ്സും ഭക്ഷണത്തിനോടൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമ്നിനെ പോലെ നീ ആയിക്കോ. കാടത്തരമോ അതല്ലെങ്കിൽ ഷിദ്ദത്തോ ഒന്നും നീ പ്രയോഗിക്കണ്ട. ഫകൂനി ലഹു കസ്സംനി. ഇനി വൈൻ കുന്തി തഹ്വൈനൽ ഫിറാഖ ലഈനതി, നീ ഇനി തിരഞ്ഞെടുക്കുകയാണ്, ഫിറാഖ് തിരഞ്ഞെടുക്കുകയാണ്. നീ ഇപ്പൊ കുട്ടിയെ നിസാരപ്പെടുത്തുന്നു, നിന്ദനാക്കുന്നു, ആക്ഷേപിക്കുന്നു. അങ്ങനെ വൈൻ കുന്തി തഹ്വൈനൽ ഫിറാഖ ലഈനതി, ലഈനത്ത് എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയെ കുറിച്ച് പറയാണ്. ഹൗദജിലാവുമ്പോ ഒട്ടകത്തിന്റെ പുറത്ത് പ്രത്യേകം കെട്ടി തയ്യാറാക്കിയ അത്രയും ഭദ്രതയും പിന്നെ എല്ലാം കൽപ്പിക്കുന്ന നിലക്കുള്ള സ്ത്രീ എന്നാണ്. അപ്പോഴാണ് ലഈനത്ത് എന്ന് പറയുന്നത്. അപ്പൊ നീ അങ്ങനത്തെ നീ ഉദ്ദേശിക്കുകയാണ് ഫിറാഖ്, നമ്മളോട് പിരിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അപ്പൊ നീ ആയിക്കോ ഫകൂനി ലഹു കദ്ദിഇബി ലാഅത്ത് ലഹുൽ ഗനം, ആട് നഷ്ടപ്പെട്ട ചെന്നായനെ പോലെ ആയിക്കോ. ചെന്നായ ആടിനെ പിടിക്കുമ്പോ അത് ആ ആട് കൊതറി നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതിനെ വാശിയോടെ വീറോടെ കിട്ടുന്നത് വരെ ഓടിപ്പിടിക്കും. അപ്പൊ എന്ന പോലെ ഒരു താക്കീതാണ്. ഫിറാഖാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഒരു തഹദ്ദുദ് അവിടെ പേടിപ്പെടുത്തുകയാണ്. അത് നിനക്ക് വലിയൊരു സുഖം ഉണ്ടാവൂല. ആട് നഷ്ടപ്പെട്ട, ഇര നഷ്ടപ്പെട്ട ഒരു സിംഹത്തെ പോലെ അല്ലെങ്കിൽ ഒരു ചെന്നായനെ പോലെ നീ ആയിക്കോ, താക്കീത് കൊടുക്കുകയാണ്. വഇല്ലാ ഫസീരി മിത്ല മാ സാറ റാകിബു, ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ നീ എന്താക്കിക്കോ, ഫസീരി നീ അങ്ങോട്ട് പോയിക്കോ, യാത്ര ചെയ്തോ, മിത്ല മാ സാറ റാകിബുൻ തജശമ ഖിംസൻ, 5 ദിവസം വെള്ളമൊന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് ഉണ്ടോ, ലൈസഫി സൈരിഹി അമം, അവന്റെ യാത്രയിൽ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ അങ്ങനെ യാത്ര ചെയ്യുന്ന, വെള്ളം കിട്ടാതെ 5ഓളം ദിവസം അങ്ങനെ നിരന്തരമായി വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെ നീ ആയിക്കോ. തജശമ എന്ന് പറഞ്ഞ റാക്കിബിന് സിഫത്താണ്. തഹമ്മലാണ്. തഹമ്മലൽ മശഖത 5 ലയാലിൻ, 5ഓളം ദിവസം വെള്ളമൊന്നും കുടിക്കാതെ ഭക്ഷണമൊന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് യാത്രയിലോട്ട് ഒരു ഉദ്ദേശമില്ല, അങ്ങനത്തെ ഒരു യാത്രക്കാരനെ പോലെ നീ അങ്ങോട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നോ. അടുത്ത ബൈത്ത് ഒരു ഉദ്റ് ബോധിപ്പിക്കലിന് മറുപടിയാണ്. വഇന്ന ഇറാറൻ ഇൻ യകുൻ ദാ ശകീമത്തിൻ തുഖാസീനഹാ മിൻഹു ഫമാ അംലികു ശിയം. ഇറാർ എന്ന കുട്ടി ഈ യകുൻ ദാ ശകീമത്തിൻ, അവൻ ഒരു കാടത്തരം ശിദ്ദത്തു നഫ്സ് ഉള്ള ആൾ ആണെങ്കിൽ, എങ്ങനത്തെ തുഖാസീനഹ, നീ കാടത്തരമായി കാണുന്ന ഒരു ഖസ്വത്ത്, ഒരു ശിദ്ദത്തായിട്ട് കാണുന്ന ഷക്കീമത്താണ് അവൻ എങ്കിൽ, ഫമാ അംലികു ഷിയം, ഷിയം എന്ന് പറഞ്ഞാൽ തബീഅത്ത്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ തബീഅത്ത് മിൽക്കാക്കുന്ന ആളല്ല, എനിക്കത് മിൽക്കില്ല,
അവന് ഏത് രൂപത്തിലാണുള്ളത് വെച്ചെങ്കിൽ ഏത് രൂപത്തിലാണുള്ളത് എങ്കിൽ ആ രൂപത്തിലാണ് അവനുണ്ടാകുക. ഖൽഖ് തഗയീറാക്കാനുള്ള അവകാശം അതെനിക്ക് കഴിയൂല. അതാണ് ഫമാ അംലിക്കു ഷൈഅൻ. അപ്പോ നീ പറയുന്നത് പോലെ, നീ ആക്ഷേപിക്കുന്നത് പോലെ ഉള്ള ഒരു ഖസ്വത്തുൽ ഖൽബ്, ശിദ്ദത്തുൻ നഫ്സ് ഉള്ള ആളാണ് ഇറാറ് എങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. അത് അല്ലാഹു തആല എങ്ങനെയാണോ സൃഷ്ടിച്ചത് എങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഫമാ അംലിക്കു ഷൈഅൻ, ആ തബീഅത്തിന് എനിക്ക് മിൽക്കില്ല. ഷൈഅൻ ഖലീഖത്ത്, ആ സൃഷ്ടിപ്പ്, ആ പ്രകൃതിപരമായിട്ട് ഉള്ള ആ സ്വഭാവം മാറ്റാൻ എനിക്ക് കഴിയില്ല. അതിന്റെ പേരിലാണ് നീ കുട്ടിയെ ആക്ഷേപിക്കുന്നതെങ്കിൽ നിനക്ക് വിടവാങ്ങാം, ഫിറാഖ് നിനക്ക് തിരഞ്ഞെടുക്കാം. കുട്ടി അവനാണ് എനിക്ക് ഏറ്റവും നിന്നെക്കാൾ ഇഷ്ടമുള്ളത് എന്ന് പറയാം. ഇതിന്റെ പേരിലൊക്കെയാണ് നീ ആക്ഷേപിക്കുന്നതെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അത് അല്ലാഹു തആല അവന് കൊടുത്ത ഒരു പ്രകൃതിയാലുള്ള ഒരു സൃഷ്ടിപ്പിലുള്ള ഒരു സ്വഭാവമാണ്. അത് മാറ്റാൻ എന്നെ കൊണ്ട് കഴിയൂല, നിനക്ക് പിരിയാം. അടുത്ത് പറയുന്നു ഇന്ന ഇറാറൻ ഈ യക്കുൻ ഗൈറ വാളിഹിൻ. ഇറാർ എന്ന കുട്ടി അവൻ വാളിഹ് അല്ലെങ്കിൽ, വാളിഹ് പറഞ്ഞ ബയാള്, നല്ല വെളുത്ത ആള് അല്ല എങ്കിൽ, നിറത്തിലൊന്നും പ്രധാനം കൽപ്പിക്കണ്ട എന്ന് സൂചിപ്പിക്കുകയാണ്. നിറത്തിലോ ഭംഗിയിലോ ഒന്നുമല്ല പ്രധാനം. അപ്പൊ നിറത്തിനോ അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾക്കോ ബാഹികമായിരിക്കുന്ന വിഷയങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. അപ്പൊ അങ്ങനെ ഇറാറി എന്ന കുട്ടി വാലിഹ് അല്ല എങ്കിൽ ഫൈന്നി ഉഹിബ്ബുൽ ജൗന, ഞാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു അൽ ജൗന. ജൗന് എന്ന് പറഞ്ഞാൽ അൽ അസ്വദ, കറുപ്പിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൽ മൻകിബിൽ അമം, അൽ അമം എന്ന് പറഞ്ഞാൽ അത്താം, പരിപൂർണമായിരിക്കുന്ന സ്ഥാനമുള്ള ആളാണ് ഇറാറ് എന്ന കുട്ടി, അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഈ കുട്ടിയാണ് പിൽക്കാലത്ത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മുഹല്ലബ് ബിൻ അബി സുഫറ എന്ന ഗവർണർ ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫിയുടെ ഭരണകാലത്ത് ഖുറാസാനിലെ ഗവർണറായിരുന്നല്ലോ. ഇദ്ദേഹമാണ് പിൽക്കാലത്ത് വലിയ ധൈര്യശാലിയുമൊക്കെ ആയിത്തീർന്നത്. അതുകൊണ്ട് വർണ്ണത്തിലോ മറ്റു ബാഹികമായ വിഷയത്തിലോ ഒന്നും ഒരു പ്രത്യേക പരിഗണനയും ഇല്ല എന്നാണ് ഇവിടെ വിളിച്ചോതുന്നത്. അപ്പോ ഈ സൗദ എന്ന ഈ സ്ത്രീ തന്റെ ഭാര്യ അംർ ഇബ്നു ശഇസ് ആണല്ലോ നമ്മുടെ ഷായിർ, അദ്ദേഹത്തിനൊരു ഭാര്യയും അതുപോലെ തന്നെ അമത്താണ് എന്ന് പറയപ്പെടുന്നു സൗദ, അടിമ സ്ത്രീ. അതിലുള്ള കുട്ടിയാണ് ഇറാർ. അപ്പോ കുട്ടിയെ ആക്ഷേപിക്കുകയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്തപ്പോൾ അതിന് എതിരിൽ ശബ്ദിച്ച ഏതാനും വിഷയങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. നമ്മളെ ഇന്നത്തെ വഖാല ബഅദു ബനി അസദ് എന്നതിലെ ഒന്നാമത്തെ വരി റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷെ അത് എന്തോ വിട്ടുപോയിട്ടുണ്ട്, അതിൽ കാണുന്നില്ല. ഇല്ലാ അകും മിമ്മൻ അലിംതി ഫഇന്നനി ഇലാ നസബിൻ മിമ്മൻ ജഹിൽതി കരീമി. ഇതൊരു സ്ത്രീ തന്റെ തറവാടിന് മോശമാണ് എന്ന് ചിത്രീകരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇല്ലാ അകുൻ മിമ്മൻ അലിംതി ഫഇന്നനി ഇലാ നസബിൻ കരീം എന്നാണ്. ഇലാ നസബിൻ കരീമിൻ, ഞാന് അല്ലെങ്കിൽ ഇല്ല അക്കു ഞാൻ അല്ലെങ്കിൽ മിമ്മൻ അലിംതി നീ അറിയുന്ന
നീ അറിയുന്ന നിന്റെ പരിചയത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന്, ശറഫുള്ള കൂട്ടത്തിൽ നിന്നല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫഇന്നനീ ഇലാ നസബിൻ മിമ്മൻ ജഹിൽതി കരീമി, നീ അറിയാത്ത മറ്റു ശറഫുള്ള കുടുംബത്തിലേക്ക് എന്റെ നസബ ചേർക്കപ്പെടുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സ്ത്രീ ഇദ്ദേഹത്തിന്റെ കബീലയിൽപ്പെട്ട ആളല്ല എന്ന്. അപ്പൊ തന്റെ കബീലയിൽപ്പെടാത്ത മറ്റൊരു സ്ത്രീ തന്നെ ആക്ഷേപിച്ചപ്പോ പറഞ്ഞതാ. അതുകൊണ്ടാണ് നീ അറിയുന്ന ശറഫുള്ള ആളുകളെ കൂട്ടത്തിൽ ഞാനില്ല, പക്ഷേ നീ അറിയാത്ത, നിന്റെ അറിവിലും നിന്റെ ധാരണയിലും ഇല്ലാത്ത മറ്റു കുടുംബത്തിലേക്ക്, ഷറഫുള്ള പേരും പ്രശസ്തിയൊക്കെയുള്ള കുടുംബത്തിലേക്ക് എന്റെ നസബ, എന്റെ തറവാട് ചെന്നെത്തുന്നുണ്ട്. അതുകൊണ്ട് തറവാടിന്റെ വിഷയത്തിൽ തറവാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കണ്ട എന്നാണ് ഈ വരിയുടെ സാരം. മറ്റു വരികളൊക്കെ തൊട്ടടുത്തുള്ള വോയിസിൽ വരുന്നുണ്ട്.